ടെക് ലോകത്തെ വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ പുതിയ മൊബൈൽ ഫോൺ നിർമ്മാണ പദ്ധതി ഇന്ത്യൻ ടെക് ബിസിനസ് രംഗത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയാവുകയാണ്. 62,500 കോടി രൂപയുടെ മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് സ്കീം ലാവ ഇന്റർനാഷണൽ പോലുള്ള മുൻനിര ഇന്ത്യൻ കമ്പനികൾക്ക് വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്നാണ് ആഗോള ബ്രോക്കറേജ് സ്ഥാപനങ്ങളുടെ വിലയിരുത്തൽ. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച 62,500 കോടിയുടെ മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് സ്കീം ടെക് ബിസിനസ് ലോകത്ത് വലിയ തരംഗമാണ് സൃഷ്ടിക്കുന്നത്. മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി പുറത്തിറക്കിയ വിജ്ഞാപന പ്രകാരം ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ആഗോളതലത്തിൽ മത്സരക്ഷമതയുള്ള ഇന്ത്യൻ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ കെട്ടിപ്പടുക്കാനുമാണ് ഈ വമ്പൻ പദ്ധതി ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ കേവലം ഒരു അസംബ്ലി ഹബ്ബാക്കി മാറ്റുന്ന പഴയ രീതികൾക്ക് പകരം ആഭ്യന്തര മൂല്യവർദ്ധനവിനും സ്വന്തം ഡിസൈനുകൾക്കും പ്രാധാന്യം നൽകുന്നതാണ് കേന്ദ്രത്തിന്റെ പുതിയ പദ്ധതി. മുൻപുണ്ടായിരുന്ന PLI സ്കീമിന് പകരമായാണ് 2026-27 സാമ്പത്തിക വർഷം മുതൽ 2031 വരെ നീളുന്ന ഈ പുതിയ പദ്ധതി നിലവിൽ വരുന്നത്. നിർമ്മാണത്തിന്റെ തോത് വർദ്ധിപ്പിക്കുക, കയറ്റുമതി കൂട്ടുക, സ്വന്തമായി ഡിസൈൻ വികസിപ്പിക്കുന്ന ഇന്ത്യൻ ബ്രാൻഡുകളെ ആഗോളതലത്തിലേക്ക് ഉയർത്തുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഈ പദ്ധതി കാലയളവിനുള്ളിൽ ഏകദേശം 39 ലക്ഷം കോടി രൂപയുടെ മൊബൈൽ ഫോൺ ഉൽപ്പാദനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കൂടാതെ വിപണിയിൽ 60,000 നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് വിജ്ഞാപനത്തിൽ പറയുന്നു. പ്രാദേശികമായി മൊബൈൽ ഘടകഭാഗങ്ങൾ നിർമ്മിച്ച് ഉപയോഗിക്കുന്നവർക്ക് 1.5% വരെ അധിക ഇൻസെന്റീവും സ്കീം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വിദേശ ബ്രാൻഡുകളുടെ ആധിപത്യമുള്ള ഇന്ത്യൻ വിപണിയിൽ 2027 മധ്യത്തോടെ കരുത്തുറ്റ ഒരു തദ്ദേശീയ മൊബൈൽ ബ്രാൻഡ് വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് കേന്ദ്രത്തിന്റെ ഈ നീക്കം. ഇത് ഇന്ത്യൻ കമ്പനികളുടെ ഓഹരി വിപണിയിലെ മുന്നേറ്റത്തിനും കാരണമായേക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള ടെക്നോളജി വിപണിയെയും AI ലോകത്തെയും ഒരുപോലെ അമ്പരപ്പിച്ചുകൊണ്ട് അജ്ഞാത തരംഗം. കഴിഞ്ഞയാഴ്ച ഓപ്പൺ റോട്ടർ എന്ന പ്ലാറ്റ്ഫോമിൽ പ്രത്യക്ഷപ്പെട്ട OX ആൽഫ എന്ന നിഗൂഢ AI മോഡലാണ് ഇപ്പോൾ ആഗോള ബിസിനസ് ചർച്ചകളിലെ താരം. ആരാണ് ഇതിന്റെ സ്രഷ്ടാവ് എന്നറിയാതെ ടെക് ലോകത്തെ വമ്പന്മാർ തല പുകയ്ക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിപണിയിലെ വമ്പന്മാരായ ChatGPTക്കും ക്ലൗഡിനും വെല്ലുവിളി ഉയർത്തിയാണ് OX ആൽഫ എന്ന സ്റ്റെൽത്ത് മോഡൽ വിപണിയിലെത്തിയിരിക്കുന്നത്. തികച്ചും സൗജന്യമായി ഡെവലപ്പർമാർക്ക് ലഭ്യമാക്കിയിരിക്കുന്ന ഈ മോഡൽ കോഡിംഗിലും സങ്കീർണമായ ഡാറ്റാ വിശകലനത്തിലും നിലവിലുള്ള മുൻനിര മോഡലുകളേക്കാൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. 10 ലക്ഷത്തിലധികം ടോക്കൺ കപ്പാസിറ്റിയുള്ള ഈ മോഡലിന് ടെക്സ്റ്റ്, ഇമേജ്, വീഡിയോ എന്നിവ ഒരുപോലെ പ്രോസസ് ചെയ്യാൻ സാധിക്കും. ഓപ്പൺ റൂട്ടിന്റെ ഔദ്യോഗിക ലിസ്റ്റിംഗിൽ ഒരു കമ്പനിയുടെയും പേരില്ല എന്നതാണ് ശ്രദ്ധേയം. അജ്ഞാതരായി തുടരാൻ ആഗ്രഹിക്കുന്ന തേർഡ് പാർട്ടി പ്രൊവൈഡറാണ് ഈ മോഡൽ. ചൈനയിലെ പ്രമുഖ AI കമ്പനിയായ സിവു AI ആയിരിക്കാം ഇതിന്റെ പിന്നിലെന്നാണ് വിപണിയിലെ പ്രധാന വിലയിരുത്തൽ. ആഗോള വിപണിയിൽ തങ്ങളുടെ പുതിയ സാങ്കേതിക വിദ്യയുടെ സ്വീകാര്യത പരിശോധിക്കാനുള്ള വൻകിട കമ്പനികളുടെ പുതിയ ബിസിനസ് തന്ത്രമായാണ് ഈ അജ്ഞാത റിലീസിനെ വിദഗ്ധർ കാണുന്നത്. AI വിപണിയിലെ US മേധാവിത്വത്തിനുമേൽ ചൈനീസ് കമ്പനികൾ കടുത്ത ബിസിനസ് സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ സൂചന കൂടിയാണ് OX ആൽഫ നൽകുന്നത്. വരും ദിവസങ്ങളിൽ ഈ അജ്ഞാത സൃഷ്ടാവ് ആരാണെന്ന് പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് ടെക് ലോകം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുറഞ്ഞ നിരക്കിലൂടെ ആഗോള ഡെവലപ്പർമാരെ ഞെട്ടിച്ച ചൈനീസ് AI സ്റ്റാർട്ടപ്പ് DeepSeek പുതിയ നീക്കവുമായി രംഗത്ത്. V4 മോഡലുകളുടെ API നിരക്കുകൾ കുത്തനെ ഉയർത്തി. കമ്പനിയുടെ വരാനിരിക്കുന്ന IPO ലക്ഷ്യമിട്ടും കമ്പ്യൂട്ടിംഗ് വിഭവങ്ങളുടെ അമിത ഉപയോഗം നിയന്ത്രിക്കാനുമാണ് ഈ അടിയന്തര വില വർധനയെന്നാണ് വിലയിരുത്തൽ. ചെലവ് കുറഞ്ഞ AI സേവനങ്ങൾ നൽകി ടെക് ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച DeepSeek തങ്ങളുടെ ബിസിനസ് തന്ത്രം മാറ്റുകയാണ്. നിലവിലുണ്ടായിരുന്ന ഫ്ലാറ്റ് നിരക്കുകൾക്ക് പകരം തിരക്കേറിയ സമയവും തിരക്കില്ലാത്ത സമയവും തിരിച്ചുള്ള പുതിയ പ്രൈസിംഗ് രീതിയാണ് കമ്പനി നടപ്പാക്കിയിരിക്കുന്നത്. ഇതനുസരിച്ച് പ്രമുഖ മോഡലായ V4 പ്രോയുടെ ഔട്ട്പുട്ട് ടോക്കൺ നിരക്ക് മില്യണിന് $0.87 നിന്ന് പീക്ക് അവേഴ്സിൽ $3.96 ഉയർന്നു. അതായത് ഏകദേശം 4 ഇരട്ടിയിലധികം വർധനവ്. ബജറ്റ് ഫ്രണ്ട്ലി മോഡലായ V4 ഫ്ലാഷിന്റെ നിരക്കും $0.28 നിന്ന് പീക്ക് സമയത്ത് $1.32 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ ഡെവലപ്പർമാരെ ആകർഷിക്കാൻ കമ്പനി നൽകിയ വൻ ഡിസ്കൗണ്ടുകൾ ശാശ്വതമല്ലെന്ന് ഇതോടെ വ്യക്തമായി. വില വർദ്ധിച്ചെങ്കിലും ഗൂഗിളിന്റെ ജെമിനി, ഓപ്പൺ AIയുടെ GPT, ആന്ത്രോപിക്കിന്റെ ക്ലൗഡ് AI എന്നിവയുമായി താരതമ്യം ചെയ്യുമ്പോൾ DeepSeek ഇപ്പോഴും ചെലവ് കുറഞ്ഞ ഓപ്ഷനാണ്. എങ്കിലും ഡെവലപ്പർമാർക്കിത് വലിയൊരു ബജറ്റ് വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. എന്നാൽ ആശ്വാസകരമായ ഒരു വാർത്ത, വാരാന്ത്യങ്ങളിൽ പീക്ക് അവർ നിരക്കുകൾ ഒഴിവാക്കി മുഴുവൻ സമയവും കുറഞ്ഞ ഓഫ് പീക്ക് നിരക്ക് മാത്രമായിരിക്കും ഈടാക്കുകയെന്ന് കമ്പനി പുതിയ അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സിംഗിൾ പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻസി ഒഴിവാക്കി
മൾട്ടി പ്രൊവൈഡർ റൂട്ടിംഗ് സിസ്റ്റം ഉപയോഗിക്കാൻ സ്റ്റാർട്ടപ്പുകളെ പ്രേരിപ്പിക്കുന്നതാണ് ഡീപ്സീക്കിന്റെ ഈ അപ്രതീക്ഷിത നീക്കം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.